ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പളനി വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് പളനി അമ്പലത്തിൽ ഒന്ന് കയറി. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ കാവടിയൊക്കെ തലയിൽ വെച്ചിട്ട് ആൾക്കാർ മുരുകൻ്റെ അവിടേക്ക് കാണാൻ പോകുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഞങ്ങൾ പളനി അമ്പലം കണ്ടു. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ കൊടൈക്കനാലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊടൈക്കനാൽ എത്തണേക്കാട്ടി മുമ്പുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ ടൗൺ എത്താറായി. കൊടൈക്കനാൽ ടൗൺ എത്തി. ഈ കാണുന്നതാണ് കൊടൈക്കനാൽ ടൗണ്. അപ്പോൾ നമ്മളിനി കൊടൈക്കനാൽ റോസ് ഗാർഡനിലേക്കാണ് പോകുന്നത്. ഇതാണ് റോസ് ഗാർഡൻ. ഇവിടെ അങ്ങനെ നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം. വെള്ളത്തിൽ നല്ല രസമുണ്ട് അങ്ങനെ വെള്ളത്തിൽ ഇവിടെ കളിക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റീലൊക്കെ എടുത്തു. കരിങ്കാളി എന്ന് പറഞ്ഞിട്ടുള്ള റീലാണ് എടുത്തത്. ഇവിടെ പിന്നിൽ നല്ല നല്ല കുറേ കളറുള്ള റോസാപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. നല്ല പ്രകൃതി ഭംഗിയാണ് ഇവിടെ. എന്തോരം കുറേ കളറുള്ള റോസ് പൂക്കളുണ്ട്. അപ്പോൾ നമ്മൾ റോസ് ഗാർഡൻ കണ്ടു കഴിഞ്ഞിട്ട് നേരെ മൊയ്യാർ വ്യൂ പോയിന്റിലേക്കാണ് പോയത്. ഇതാണ് മൊയ്യാർ വ്യൂ പോയിന്റ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അവിടെ ഒരു പശുവിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിലാണ് ഉള്ളത്. ഇവിടെ നല്ല ഭംഗിയുണ്ട്. പൈൻ മരങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അവിടെ നല്ല രസമുണ്ട്. നല്ല തണുപ്പാണ് ഇവിടെ. ഇവിടെ കുതിരസവാരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കണ്ടിട്ട് നേരെ ഗുണ കേവിക്കാണ് പോയത്. നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഷൂട്ട് ചെയ്ത സ്ഥലത്തൊക്കെ ഞങ്ങൾ കണ്ടു. ഇവിടെ ആ വേരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ അതുമ്മ ഇരുന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. മഞ്ഞുമ്മൽ ബോയ്സ് ഷൂട്ട് ചെയ്ത ആ സ്ഥലങ്ങളാണ് ഇതൊക്കെ ഈ കാണുന്നത്. മഞ്ഞുമ്മൽ ബോയ്സിലുള്ള ഗുഹകളും കാര്യങ്ങളും അവർ കടന്ന ആ ഗേറ്റൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വേരുമ്മ ഇരിക്കുകയാണ്. ഇവിടെ നല്ല രസമാട്ടോ. ഇവിടെ നിറച്ച് ചീവീടുകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ ലേക്കിൻ്റെ അടുത്തുള്ള ഒരു ഗാർഡനിലേക്കാണ് വന്നത്. ഇതാണ് നമ്മളുടെ വണ്ടി. ട്രാവലറിലാണ് നമ്മൾ വന്നത്. അവിടെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ടി. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കോക്കസ് വാക്ക്. ഇവിടെ അതിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോയത് മന്നവന്നൂർ ഷീപ്പ് ഫാമിലേക്കാണ്. ഇവിടെ കുറേ ഷീപ്പുകളുണ്ട്. നമ്മൾ ഇവിടെ എന്താ പറയുക, ഇവിടെ ആടുകളേനെ രാവിലെ മേയ്ക്കാൻ വിട്ടിട്ട് വൈകിട്ടാണ് കൊണ്ടുവരിക. ഇവിടെ കുറേ ഷീപ്പുകൾ ഇങ്ങനെ ഇടയിൽ കൂടെ പുല്ലൊക്കെ തിന്നിട്ട് നടന്നു പോവാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ കൂടുതലും ചെമ്മരിയാടുകളാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ലേക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ ലേക്കാണ്. ഈ ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. കുറേ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ നേരെ പൂമ്പാറയ്ക്കാണ് പോയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തട്ടുതട്ടായിട്ടാണ് എല്ലാ കൃഷിയും ചെയ്യുക. നല്ല വ്യൂ ആണ് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. നമ്മുടെ വട്ടവട പോലത്തെ സ്ഥലമാണ് പൂമ്പാറ. സ്കൈയൊക്കെ നല്ല ഭംഗിയുണ്ട്. കോടമഞ്ഞൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ നല്ല അടുപ്പിച്ച്
അടുപ്പിച്ചിട്ടാണ് വീടുകള്. നല്ല കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതെ, അവിടെ വാഴ കൃഷിയൊക്കെ ഉണ്ട്. കുറേ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ തട്ടായിട്ടാണ് അടുപ്പിച്ചിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുക. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ കൂകൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. അവിടെ കൂടുതലും തടാകങ്ങളാണ്. നമ്മളിപ്പോ കൂകൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറെ നല്ല ഭംഗിയുള്ള ആമ്പൽപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സ്കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതും കൂടി കണ്ടു കഴിഞ്ഞാല് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുവരെ എല്ലാവർക്കും ബൈ.